മറ്റക്കര ഐരൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നവീകരണ കലശ ചടങ്ങുകൾ സമാപിച്ചു. ഏപ്രിൽ 23-ന് ആരംഭിച്ച നവീകരണ കലശ ചടങ്ങുകളോടനുബന്ധിച്ച് ബുധനാഴ്ച ബ്രഹ്മകലശാഭിഷേകം, ദേവപ്രതിഷ്ഠ തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. തന്ത്രി തർണല്ലൂർ കിടങ്ങശ്ശേരി രാമൻ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി ലതീഷ് നമ്പൂതിരിപ്പാടിന്റെയും മുഖ്യ കാർമ്മികത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ശേഷം ബുധനാഴ്ച വൈകിട്ട് അടച്ച ശ്രീകോവിൽ നട ശനിയാഴ്ച പുലർച്ചെ 4-ന് തുറന്നു. ഭഗവാനെ കണി കാണിച്ച് പായസ നിവേദ്യവും കലശാഭിഷേകങ്ങളും നടന്നു. പരികലശാഭിഷേകം, തത്വകലശാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം എന്നിവയോടെയാണ് ചടങ്ങുകൾ പൂർത്തീകരിച്ചത്. അർദ്ധനാരീശ്വരനായും സുന്ദരമൂർത്തിയായും ഋഷഭവാഹനായും ദക്ഷിണാമൂർത്തിയായും ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന ഐരൂർ ശ്രീ മഹാദേവന്റെ ക്ഷേത്രസന്നിധിയിൽ ചുറ്റുമതിലും അലങ്കാര ഗോപുരവും മണിമണ്ഡപവും ശ്രീകോവിൽ ചെമ്പുപൂതിയിലും അടക്കമുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്ര ചൈതന്യ വർധനവിനുള്ള നവീകരണ കലശം നടന്നത്. നിരവധി ഭക്തർ നവീകരണ കലശ ചടങ്ങുകളിൽ പങ്കുചേർന്നു. കെ രാമേന്ദ്രൻ നായർ കുന്നത്ത് പ്രസിഡന്റും മുരളീധരൻ നായർ വൃന്ദാവൻ സെക്രട്ടറിയും ഡോക്ടർ ഗോപാലകൃഷ്ണൻ ലക്ഷ്മി കൃപ ട്രഷററും രാധാകൃഷ്ണൻ നായർ മാതേട്ട് ജനറൽ കൺവീനറുമായ നവീകരണ കലശ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്.